ഹായ് ഹലോ വിഷേനി ഹിയർ. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഈ വിഷു ദിനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുന്നത്. അപ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക, നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാനുള്ളത്, നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കാർഡ് ഷഫിൾ ചെയ്യുന്നതിൽ കൂടെ അറിയാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിലും ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട, നെഗറ്റീവിനെ ഒട്ടും ഫോഴ്സ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. അതിലേത് പ്ലാനാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. നിങ്ങളെപ്പോഴാണോ പണം അടയ്ക്കുന്നത് ആ ടൈം തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു വിളിക്കും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഓൺ കോളിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ റീഡിങ്ങിലോട്ട് പോവാണ്. കാർഡൊക്കെ ഷഫിൾ ചെയ്യുന്നുണ്ട്. ഇന്ന് 1-ാം തീയതിയാണ്, മലയാള മാസം. ഞാൻ കാർഡ് ഷഫിൾ ചെയ്തിട്ട് ആ കാർഡിൽ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആരും നെഗറ്റീവ് കമൻസ് ഒന്നും താഴെ അടിക്കാതിരിക്കുക. ഓക്കെ, താല്പര്യമില്ലെങ്കിൽ കാണണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കാണുന്ന കുറച്ച് നമ്പേഴ്സ് പറയാം. 6, 10, 9, 19, 3, 5, 7, 3, 2 ഇത്തരം നമ്പേഴ്സ് വരുന്നുണ്ട്. ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രാധാന്യമുള്ളതായിരിക്കാം. ഓക്കെ, പിന്നെ കുറച്ച് സോഡിയക് സൈൻ വരുന്നുണ്ട്. ലിയോ, പൈസസ് ഒക്കെ റിപ്പീറ്റായി വരുന്നുണ്ട്. കാപ്രിക്കോൺ, പൈസസ് പിന്നെ വരുന്നുണ്ട്. ഏരീസ്, ക്യാൻസർ റിപ്പീറ്റ് ആകുന്നുണ്ട്. അക്വേറിയസ്, ലിയോ. അപ്പോൾ ഇത് ഒരുപക്ഷെ നിങ്ങളുടെ സോഡിയക് സൈൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കരിയർ സംബന്ധമായിരിക്കാം, ഹെൽത്ത് സംബന്ധമായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, മണി മാറ്റർ ആയിരിക്കാം, ജോബായിരിക്കാം. അങ്ങനെ എല്ലാം നമ്മുടെ ഈ പുതിയ വിഷുദിനത്തിൽ, നമ്മുടെ പുതിയൊരു കൊല്ലത്തിലേക്ക് നമ്മളിലേക്ക് എന്തൊക്കെയാണ് പുതിയ തരം എനർജീസ് വരുന്നത് എന്നാണ് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും റിവേഴ്സ് കാർഡ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് കാർഡ് വിജയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ തരത്തിലും വിജയങ്ങൾ. അത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, മണി മാറ്റർ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ. ഹെൽത്തിലേക്കാണെങ്കിൽ അത്തരം നിങ്ങളുടെ എന്തൊക്കെ ഹെൽത്ത് സംബന്ധമായ ഇഷ്യൂസൊക്കെ ആണോ അതെല്ലാം മാറുന്നു. പ്രണയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നു. റീയൂണിയൻ ഉണ്ടാകുന്നു. കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നു. വളരെയധികം പോസിറ്റീവായിട്ടുള്ളത്. ഇപ്പോൾ ഒരു ജോബ്, അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എല്ലാ കാര്യത്തിനും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. വിജയങ്ങൾ നിങ്ങളെ തേടി, അംഗീകാരങ്ങൾ വരുന്നു.
നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് വർദ്ധിക്കുന്നൊരു സമയമാണ് എന്നൊക്കെ തന്നെ പറയാം. എല്ലാ തരത്തിലും ഒരു പ്രോഗ്രസ്സിനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് വരുന്നതും ഇതേപോലെ തന്നെ 10 ഓഫ് കപ്പാണ്. ഒരു ഡിവൈൻ ലവ്. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ദാമ്പത്യം, റിലേഷൻഷിപ്പ് അതൊക്കെ പൊളിഞ്ഞ് പാളീസായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതെല്ലാം മാറുന്നു. ഒരു ബ്ലിസ്ഫുള്ളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു. ഒരു അലൈൻമെൻറ്റിലോട്ട് നിങ്ങളുടെ ലൈഫ് എത്തുന്നു. ഒരുപാട് ഹാപ്പിനെസ്, ഒരുപാട് മാനസിക സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒരു ഫുൾഫിൽമെൻറ്റ് എല്ലാ തരത്തിലും, ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ തരത്തിലും കേട്ടോ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് പോകുന്നു. എല്ലാ തരത്തിലും ഒരു പുതിയ ലവ്, സപ്പോർട്ട്, എല്ലാ കാര്യത്തിലും കേട്ടോ. ഡ്രീംസ് കം ട്രൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ അത് യാഥാർത്ഥ്യമാകുന്നു ഈ വിഷുവിന്. അതാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡും അത് തന്നെയാണ്. 9 ഓഫ് കപ്പാണ് വന്നിട്ടുള്ളത്. വിഷ് കം ട്രൂ. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നു. എല്ലാ തരത്തിലും ഒരു സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇമോഷണലി നിങ്ങൾക്കൊരു സ്റ്റേബിളാകാൻ സാധിക്കുന്നു. ഒരു ലക്ഷറി, ആഡംബരം, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. എന്തു തന്നെയാണെങ്കിലും ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനും ആ കാർഡ് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് സൺ കാർഡാണ്. പോസിറ്റിവിറ്റിയാണ്. പോസിറ്റിവിറ്റി നിറഞ്ഞു തുളുമ്പട്ടെ. ഇന്ന് മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള ഓരോ സമയത്തും നിങ്ങൾക്ക് അത് തന്നെ പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കട്ടെ. ഒരു സന്തോഷം, ഹാപ്പിനെസ് തന്നെയാണ് ഈ കാർഡും സൂചിപ്പിക്കുന്നത്. എല്ലാ തരത്തിലും സന്തോഷം, സെലിബ്രേഷൻ, സക്സസ്, ഒരു റീബർത്ത്. അത് റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തിലൊക്കെയാണെങ്കിലും ഇതുവരെ നിങ്ങളൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം അത്തരം കാലഘട്ടമെല്ലാം മാറുന്നു. എല്ലാ തരത്തിലുള്ള പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നു. ഓൾ ഈസ് വെൽ എന്നൊരു കാർഡിൻ്റെ എനർജിയാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്തൊരു കാര്യത്തിലും, ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യം, എന്തൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യം, ജോലി, റിലേഷൻഷിപ്പ്, മണി മാറ്റർ, ഹെൽത്ത് എല്ലാം ഉണ്ടോ മൊത്തം ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ അതിനെല്ലാത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഓരോ തവണയും എടുത്തെടുത്ത് പറയുന്നില്ല. ഒരു ടീം വർക്ക് ഉണ്ടാകുന്നു. പ്രണയത്തിലാണെങ്കിൽ ടീം വർക്ക് ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരു ജോലി കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ്, പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കുന്നു. ഒരു ടീം വർക്കോടുകൂടി, ഒരു കൊളാബറേഷനോടുകൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം പ്രവൃത്തികളെല്ലാം മുന്നോട്ട് നയിക്കാൻ കഴിയുന്നു. പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ജോലിയിലോ എന്തിലൊക്കെ ആണെങ്കിലും നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ എല്ലാ സാധ്യതകളും വരുന്നു. എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. എല്ലാം കൊണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് ഇതുവരെ നമ്മൾ എടുത്തതെല്ലാം തന്നെ വന്നിട്ടുള്ളത്. ഒരു കറേജൊക്കെ ഉണ്ടാകുന്നൊരു സമയം എന്ന് പറയാം. വളരെയധികം കോൺഫിഡൻ്റ് ആകുന്നൊരു സമയം. ഒരു സ്വാതന്ത്ര്യം. എന്തൊക്കെ പ്രശ്നങ്ങളിലാണോ നിങ്ങൾ പെട്ടുകൊണ്ടിരുന്നത്, പണസംബന്ധമോ എന്തോ ആയിക്കോട്ടെ, ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു. നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് അതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക സന്തോഷം കൈവരുന്നു. പണസംബന്ധമായിരിക്കാം, ജോലി സംബന്ധമായിരിക്കാം, ചിലപ്പോൾ ഭൂമി വിറ്റുപോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെല്ലാത്തിനെയും തന്നെ തരണം ചെയ്ത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. കുറേ പേരൊക്കെ റിലേഷൻഷിപ്പിൽ കരഞ്ഞ് തളർന്നിരിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ അതെല്ലാം മാറുന്നു. എല്ലാ കാര്യത്തിലും ടോട്ടലി നിങ്ങൾ ഓക്കെ ആകുന്നു. ഹെൽത്ത് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരുന്നു. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നു. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടുന്നു. നമ്മൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് തന്നെയായിരിക്കും. ഇനി അതിനിടയ്ക്കൊരു നെഗറ്റീവ് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിനൊരു കാരണം ഉണ്ടാകും, ഒരു പർപ്പസ് ഉണ്ടാകും എന്നൊക്കെ വിശ്വസിച്ച് ലൈഫിൽ മുന്നോട്ട് പോകുക. ഒരിക്കലും നിങ്ങൾ ആ വീണെടുത്ത് എന്താ പറയുക അവിടെ തന്നെ ഇരിക്കാതിരിക്കുക. അവിടെ ഇരുന്ന് അവിടെ തന്നെ ഇരിക്കുള്ളൂ. ഓക്കെ, ഒരുപാട് പേര് മോട്ടിവേഷനൊക്കെ തരാനുണ്ടാകും, എങ്കിലും അവിടെ നിന്ന് എഴുന്നേൽക്കണം. അത് ഏതൊരു സാഹചര്യമാണെങ്കിലും, സാമ്പത്തികപരമായിട്ട് തീരെ പിന്നോക്കം വന്നൊരവസ്ഥയിലാണെങ്കിലും എനിക്ക് ഇതിനെയും കടന്നു പോകണം എന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് അതിനെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്.
പിന്നെ വരുന്നത് 2 ഓഫ് കപ്പാണ്. റീയൂണിയൻ ലവ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, പരസ്പരം നിങ്ങൾക്കൊരു കപ്പ് കൈമാറാനുള്ളൊരു സാഹചര്യം വരുന്നു. ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ടാകുന്നു, ഒരു പാർട്ട്ണർഷിപ്പിലോട്ട്, ഒരു പങ്കാളിത്തത്തിലോട്ട്, അതെല്ലാം നിങ്ങൾക്ക് വരുന്നു. അതിപ്പോൾ ഇതിലല്ല, ബിസിനസ്സിലല്ല, എന്തൊരു കാര്യത്തിലാണ് കേട്ടോ, ഒരു പങ്കാളിത്തത്തോടു കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രപ്പോസൽ വരാനുള്ള ഒരു സാധ്യതകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹേതര ബന്ധമാണെങ്കിലും, വിവാഹം കഴിക്കാൻ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിലും എല്ലാ തരത്തിലും ഒരു മാരേജിലേക്ക് എത്താൻ സാധിക്കുന്നു. സമൂഹം അംഗീകരിക്കുന്ന ടൈപ്പിലോട്ട് വരാൻ പറ്റുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുതിയ വ്യക്തിയോട്, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള വ്യക്തിയോടൊരു കണക്ഷൻ തോന്നുന്നു. ഇതുവരെ ഇല്ലാതെ പുതിയ ഫീലിങ്സ് തോന്നുന്നുണ്ടാകാം. എല്ലാ തരത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. നെക്സ്റ്റ് കാർഡ് വരുന്നത് ഇതേപോലെ തന്നെ ഒരുപാട് സാധ്യതകൾ. ഒരുപക്ഷെ നിങ്ങൾ ജോലിക്കോ കാര്യങ്ങളിലേക്കോ വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരുപാട് സാധ്യതകൾ, എത്രയും നാൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് PSC ആവാം, അല്ലെങ്കിൽ വിദേശത്തേക്കാകാം, എന്തു തന്നെയാണെങ്കിലും ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നു. ഇപ്പോൾ ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, വല്ലാത്തൊരവസ്ഥയാണ്, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറല്ല നടക്കുന്നത്. അങ്ങനെ എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടാനുള്ളതോ, നിങ്ങൾക്കിടയിലുള്ള ആ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നല്ല രീതിയിൽ അതിനെ മാറ്റാനും എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നു. നല്ല രീതിയിൽ ലൈഫിനെ ഒരുപാട് എക്സൈറ്റഡ് ആവുന്നുണ്ട് നിങ്ങൾ ഈ സമയത്ത്. ഒരുപാട് ഫ്രീഡം നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു അടിപൊളി വിഷു തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം. ഇനി വന്നിരിക്കുന്ന 3 കാർഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാർഡിൽ സന്തോഷം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഇരട്ടിയാവും. നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ ഗോസിപ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാകാം. അതിനൊരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിട്ട് കളയാം. ഗോസിപ്പ് പറയുന്നത് അവരല്ലേ, അവരത്തരം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ആകുന്നുണ്ടോ, വിട്ട് കളയാം. ഓക്കെ, ഒന്നിനെയും പിടിച്ചു വയ്ക്കണ്ട. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പോവുക. 2 കൈ കൂട്ടിമുട്ടുമ്പോൾ മാത്രമേ ഒച്ച ഉണ്ടാകുന്നുള്ളൂ എന്നൊരു ടെക്നിക്ക് പ്രയോഗിക്കാം. ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടൊരു അവസ്ഥയായിരിക്കാം. കുറേ പേരൊക്കെ സന്തോഷമായിരിക്കാം, ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാകാം. എന്നാലും ഒറ്റപ്പെട്ടു പോയോ എന്നൊരവസ്ഥ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ഒരിക്കലും ആ ഒരു ചിന്തയിൽ നിങ്ങൾ നെഗറ്റീവായി പോകാതിരിക്കാം, പോസിറ്റീവായിട്ട് പോകാം. ഒരു സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ക്രൗഡിൽ ഒരുപാട് വിശേഷങ്ങൾ, പ്രവൃത്തികൾ, അങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പാർട്ടികൾ, കാര്യങ്ങൾ, യാത്രകൾ, ഇതൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് വരുന്നതായിട്ട് കാണുന്നു. പിന്നെ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ തരം ബുദ്ധിമുട്ടുകളാണോ, റിലേഷൻഷിപ്പ് എന്തിലൊക്കെയാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളാണോ അതെല്ലാം ക്ലീൻ ആവുന്നു. ഓക്കെ, അതിലെല്ലാം നമ്മൾ പുതിയൊരു ഇതോടുകൂടി നോക്കി കാണാൻ ശ്രമിക്കുക. റീതിങ്ക് ചെയ്യുക. എന്തൊരു കാര്യമാണെങ്കിലും ഒരിക്കലും നമ്മളൊരു മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ടല്ല നിങ്ങളുടെ തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളാണ് നല്ല രീതിയിൽ തിങ്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ തികഞ്ഞ കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക. അതിനത്തരത്തിൽ സമീപിക്കുക. പല കാര്യങ്ങളാണെങ്കിലും നല്ല രീതിയിൽ സമീപിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒളിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ സന്തോഷത്തിനാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിനാകാം. അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ആരുമായിട്ട് വഴക്കുണ്ടാക്കാതിരിക്കുക, പ്രശ്നങ്ങളില്ലാതിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എന്തൊരു കാര്യത്തിന് പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. എന്താണ് ആ വ്യത്യാസങ്ങൾ, നിങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, അതൊരു സമൂഹത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ ആ വ്യത്യാസങ്ങളെ നിങ്ങൾ അംഗീകരിച്ച് കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് പോസിറ്റീവാണ് വരുന്നത്. പണ്ട് നിങ്ങളോട് പലരും പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ മാറുന്നുണ്ടാകാം, എങ്കിലും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. പല വഴിക്ക് വേർതിരിഞ്ഞു പോകുന്നുണ്ടാകാം പല കാര്യങ്ങളും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ സമയമാണ്, ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുക. നമ്മളവിടെ നെഗറ്റീവിലോട്ട് പോകേണ്ട ആവശ്യമില്ല, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും കാർഡുകൾ എടുത്തു. ഏകദേശം ഒരു 11 കാർഡ് ഉണ്ടായിരുന്നു. ഈ 11 കാർഡിൽ ഏകദേശം വന്നതെല്ലാം തന്നെ അത്യാവശ്യം നല്ല എനർജിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. പോസിറ്റീവായിട്ട് എടുക്കുക എന്തൊരു കാര്യത്തിന്. നെഗറ്റീവ് നമുക്ക് വേണ്ട. എന്തിനാണ് നെഗറ്റീവ്? പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എന്തൊരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഇതാണ് വിഷുദിനത്തിൽ നിങ്ങളിലേക്കൊക്കെ വരുന്നത്. ഓക്കെ,
അപ്പോൾ എല്ലാത്തിനും തന്നെ പോസിറ്റീവായിട്ട് കാണുക. വിഷുവൊക്കെ അടിച്ചു പൊളിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹാപ്പി വിഷു. ശരിക്കും എൻജോയ് ചെയ്യുക. ഓക്കെ, പുതിയൊരു കൊല്ലം, പുതിയൊരു തുടക്കം. എല്ലാ തരത്തിലും നിങ്ങളിലേക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം കൊണ്ടുവരട്ടെ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം വിഷാനി.